അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 32 വയസ്സുള്ള സ്ത്രീക്കാണോ അതോ പുരുഷനാണോ കൂടുതൽ പക്വത? പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. മെച്യൂരിറ്റി ലെവൽ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. വിവാഹം ആലോചിക്കുമ്പോൾ മാതാപിതാക്കൾ പൊതുവിൽ പെൺകുട്ടിയേക്കാൾ കൂടുതൽ പ്രായമുള്ള പുരുഷന്മാരെയാണ് തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഒട്ടുമിക്ക മാതാപിതാക്കളും ചിന്തിക്കുന്നത് ഇപ്രകാരം: പ്രായം കൂടിയ പുരുഷന്മാരെ കൊണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചാൽ പുരുഷന്മാർക്ക് പക്വത ഉണ്ടാകും, ആയതിനാൽ ജീവിതം സുരക്ഷിതമായിരിക്കും എന്നാണ്. എന്നാൽ ഈ ചിന്ത തെറ്റാണെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 32 വയസ്സെത്തിയ സ്ത്രീയുടെ അത്ര പോലും പക്വത പുരുഷന്മാർക്ക് ഇല്ല എന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു പുരുഷൻ പക്വതയെത്താൻ കുറഞ്ഞത് 43 വയസ്സെങ്കിലും എടുക്കുമെന്നാണ് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സ്ത്രീകൾ 32 വയസ്സിൽ തന്നെ പക്വത കൈവരിക്കുന്നു. വസ്തുത എന്താണെന്ന് നമുക്ക് നോക്കാം. പഠനങ്ങൾ പറയുന്നത് ഷീക്കി ബ്രിട്ടീഷ് സ്റ്റഡി പ്രകാരം ഒരു പുരുഷൻ പക്വതയെത്താൻ 43 വയസ്സാകുമെന്നാണ് പറയുന്നത്. എന്നാൽ സ്ത്രീകൾ 32ാമത്തെ വയസ്സിൽ തന്നെ പക്വത കൈവരിക്കുന്നതായും പറയുന്നു. ഈ പഠനം നടത്തുന്ന സമയത്ത് പല പുരുഷന്മാരെ പോലും തങ്ങളിലെ പക്വതക്കുറവ് സമ്മതിച്ചതായും ഗവേഷകർ പറയുന്നുണ്ട്. 2019 വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിനിൽ 205 വ്യത്യസ്ത പ്രായത്തിലുള്ള സ്ത്രീ പുരുഷന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പഠനം നടത്തി. PET സ്കാൻ ഉപയോഗിച്ച് ഓരോ വ്യക്തിയുടെയും തലച്ചോറിനുള്ളിൽ ഓക്സിജന്റെയും ഗ്ലൂക്കോസിന്റെയും ഫ്ലോ അവർ അളന്നു. ഇത് സ്ത്രീയുടെ തലച്ചോർ പുരുഷന്മാരെ അപേക്ഷിച്ച് യുവത്വമുള്ളതായി കണ്ടെത്തിയിരുന്നു. 2014 നടത്തിയ പഠന പ്രകാരം സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് നിരീക്ഷണ ശേഷി കൂടുതലാണെന്നും സ്ത്രീകളുടെ തലച്ചോറിന്റെ പ്രവർത്തനം പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമാണെന്നും കണ്ടെത്തിയിരുന്നു. പുരുഷന്മാരിലെ പക്വതക്കുറവിന്റെ ലക്ഷണങ്ങൾ. ചീക്കി ബ്രിട്ടീഷ് പഠനപ്രകാരം പുരുഷന്മാരിലെ പക്വതക്കുറവ് ചൂണ്ടിക്കാണിക്കുന്ന നിരവധി സ്വഭാവങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുള്ള പുരുഷന്മാരുടെ ജിജ്ഞാസ, രാത്രി നേരം വൈകി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ശീലം, വീഡിയോ ഗെയിം കളിക്കാനുള്ള ത്വര, വാദപ്രതിവാദങ്ങൾക്ക് ശേഷം നടത്തുന്ന കളിയാക്കലുകൾ, മത്സരബുദ്ധിയോടുകൂടി വാഹനം ഓടിക്കുന്ന ശീലം, പാചകം ചെയ്യാൻ അറിയാത്തത്, അശ്ലീല ഭാഷകളുടെ പ്രയോഗം എന്നിവയെല്ലാം തന്നെ പുരുഷന്മാരുടെ പക്വതക്കുറവായി ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകൾ വളരെ വേഗം പക്വത കൈവരിക്കുന്നത്? പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ വളരെ വേഗം പക്വത കൈവരിക്കുന്നതായി പല പഠനങ്ങളും പറയുന്നുണ്ട്. പല ഘടകങ്ങളാണ് ഒരു സ്ത്രീയെ പക്വതയിലേക്ക് നയിക്കുന്നത്. പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ എന്നാൽ കുടുംബത്തെ പരിപാലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് സമൂഹം വിലയിരുത്തുന്നത്. പല ഉത്തരവാദിത്തങ്ങളും ഒരു സ്ത്രീക്ക് ഒറ്റയടിക്ക് നേടിയെടുക്കേണ്ടതായി വരാറുമുണ്ട്. ഇത്തരം സാമൂഹ്യ ചുറ്റുപാടുകൾ സ്ത്രീകളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നു. സ്വന്തം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നു. തികച്ചും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും സ്ത്രീക്ക് സാധിക്കുന്നു. പല കാര്യങ്ങളും ഇവർ ചുറ്റുപാടുകളിൽ നിന്നും പഠിക്കുന്നു. ഇതെല്ലാം ഒരു സ്ത്രീയെ പക്വതയുള്ളവരാക്കി മാറ്റുന്നു. സ്ത്രീകളുടെ ഈ കഴിവ് ദാമ്പത്യത്തിലും ഗുണകരമാകുന്നതാണ്. പലപ്പോഴും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.